നമസ്കാരം. ഇന്ന് ഈസ്റ്റർ ദിവസമാണ്. 50 ദിവസത്തെ നോമ്പ് ഇന്ന് പൂർത്തിയാവുകയാണ്. ഈ നോമ്പ് കാലത്ത് കനകമലയെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ പലപ്പോഴും പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, കായാമ്പൂ എന്നുള്ള വരികളൊക്കെ. ആ കായാമ്പൂ പൂത്തു നിൽക്കുന്നതാണ് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും. എത്ര മനോഹരമായ വരികളാണല്ലേ. വർഷങ്ങൾക്ക് മുൻപ് ഈ പാട്ട് കേട്ടപ്പോൾ മുതൽ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ് എപ്പോഴെങ്കിലും ഈ കായാമ്പൂവിനെ ഒന്ന് അടുത്ത് കാണണമെന്ന്. ഇന്ന് അതിൻ്റെ അവസരം ഉണ്ടായിരിക്കുകയാണ്. മല കയറി ഇറങ്ങിയപ്പോഴാണ് മുകളിൽ കായാമ്പ് പൂത്തു നിൽക്കുന്നുണ്ടെന്ന് കേട്ടത്. അങ്ങനെ വീണ്ടും തിരിച്ചു കയറി ഈ 3-ാം സ്ഥലത്ത് എത്തിയപ്പോഴാണ് കായാമ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണുന്നത്. ഒരു മഞ്ഞ കായകളാണ് ഇതിൻ്റെ തണ്ടിൽ നിറയെ നിൽക്കുന്നത് കേട്ടോ. ഈ ചെറിയ കായകൾ പൊട്ടിയാണ് പൂക്കൾ വിടരുന്നതെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറി നല്ല നീല നിറത്തിലേക്ക് വരുന്നു. വിടർന്ന പൂക്കൾക്ക് നല്ല ഗന്ധവുമുണ്ട്. ഒരു നട്ടു വളർത്താമെന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ 1-2 സുഹൃത്തുക്കൾ അതിൻ്റെ ഒരേ കമ്പൊടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നട്ടു വളർന്നാൽ നല്ലതല്ലേ. 2 ആഴ്ച കഴിയുമ്പോഴാണ് കനകമല പെരുന്നാൾ വരുന്നത്. അതുവരെ മല കയറുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി മല കയറുന്നവർ തീർച്ചയായിട്ടും 3-ാം കുരിശിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഈ കായാമ്പൂക്കളുണ്ട്. കാണുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ.